സ്ക്വയർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് സമചതുരം. സമചതുരത്തിന് അതായത് സ്ക്വയറിന് 4 വശങ്ങളുണ്ട്. ഈ വശങ്ങളെല്ലാം തന്നെ തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. എങ്ങനെയാണ് ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സൈഡ് ഇൻറ്റു സൈഡ്, അതായത് വശം ഗുണം വശം. ഇപ്പൊ 3 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും? 3 ഇൻറ്റു 3 അല്ലേ? നമ്മൾ 8ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ക്വയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വർഗങ്ങൾ. നമ്മളിവിടെ സംഖ്യകളുടെ വർഗത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി അല്ലേ? ഇനി ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് ആ നമ്പറിന്റെ സ്ക്വയർ കിട്ടും. ഇപ്പൊ 1ന്റെ സ്ക്വയർ നമ്മളിവിടെ 1⁻². ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ എഴുതുന്നത്. 1 സ്ക്വയർ അങ്ങനെയാണ് വായിക്കുന്നത് കേട്ടോ. 1 സ്ക്വയർ ഈക്വൽ ടു 1 ഇൻറ്റു 1. ഒന്നിനെ ഒന്നുകൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1ന്റെ സ്ക്വയർ കിട്ടും. 1 തന്നെയാണ് 1ന്റെ സ്ക്വയർ. ഇനി 2ന്റെ സ്ക്വയർ എന്തായിരിക്കും? 2 ഇൻറ്റു 2, 4. 2ന്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. ഇനി 3യുടെ സ്ക്വയർ എന്താണെന്ന് നോക്കാം. 3യുടെ സ്ക്വയർ 3 ഇൻറ്റു 3 ഈക്വൽ ടു 9. ഇനി 4ന്റെ സ്ക്വയർ എന്താ? 4 ഇൻറ്റു 4 16. അങ്ങനെ ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 10ന്റെ സ്ക്വയർ എന്തായിരിക്കും? 10 ഇൻറ്റു 10 100 10ന്റെ സ്ക്വയർ. 20യുടെ സ്ക്വയർ ആണെങ്കിലോ 20 ഇൻറ്റു 20 400. 30യുടെ സ്ക്വയർ ആണെങ്കിലോ നമുക്ക് 900 എന്ന് കിട്ടും. അങ്ങനെ ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി 10ന്റെ സ്ക്വയർ നമുക്ക് അറിയാമെങ്കിൽ 11ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. നമുക്ക് 11 ഇൻറ്റു 11 ചെയ്ത് കഴിഞ്ഞാൽ 11ന്റെ സ്ക്വയർ കിട്ടും. അതല്ലാതെ 11ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പഠിക്കാം. ഞാനിവിടെ ഒരു ബോക്സ് വരയ്ക്കും. നമുക്ക് 11നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10 + 1 എന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? കാരണം നമുക്ക് 10ന്റെ സ്ക്വയർ അറിയാം, 100 ആണ് 10ന്റെ സ്ക്വയർ. അതുകൊണ്ട് നമ്മൾ 11നെ 10 + 1, അതായത് 10 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ അതുപോലെ 10 1 എന്ന് എഴുതുക. ഇനി ഈ ഒരു ബോക്സിൽ നമ്മൾ എഴുതേണ്ടത് 10 ഇൻറ്റു 10. 10 ഇൻറ്റു 10 എന്താണോ അതാണ് ഈ ബോക്സ് എഴുതേണ്ടത്. 10 ഇൻറ്റു 10 എന്താ? 100. ഇനി ഈ ബോക്സിൽ എഴുതേണ്ട എന്താ? 1 ഇൻറ്റു 10, 10 തന്നെ അല്ലേ? ഈ ബോക്സിലോ 10 ഇൻറ്റു 1, അതും 10 തന്നെ അല്ലേ? ഈ ലാസ്റ്റ് ബോക്സിൽ എന്താ എഴുതണ്ടേ? 1 ഇൻറ്റു 1, 1 എന്ന് കിട്ടും അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 110 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 11 എന്ന് കിട്ടും. ടോട്ടൽ എന്താ കിട്ടുന്നേ? 121. ഇതാണ് 11ന്റെ സ്ക്വയർ. നമുക്ക് 11ന്റെ സ്ക്വയർ കിട്ടി. എന്താണ് 11ന്റെ സ്ക്വയർ? 121. ഇനി ഇതേ മെത്തേഡിൽ നമുക്ക് 12ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ 12നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നേ? 10 + 2 എന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? എന്തുകൊണ്ടാണ് ഞാൻ ഈ 10 + 2 10 + 1 എന്നൊക്കെ എടുക്കുന്നേ? കാരണം നമുക്ക് 10ന്റെ സ്ക്വയർ എന്താണെന്ന് അറിയാം, 100 ആണ് അല്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ ഈ 11ന്റെ സ്ക്വയറും 12ന്റെ സ്ക്വയറും കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 10 + 2 10 + 2 എന്ന് 12നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത്. ഈ ബോക്സിൽ എന്തായിരിക്കും വരുന്നത്? 10 ഇൻറ്റു 10 100. ഈ ബോക്സിലോ 2 ഇൻറ്റു 10 20. ഇവിടെ 10 ഇൻറ്റു 2. ഇവിടെ എന്തായിരിക്കും? 2 ഇൻറ്റു 2 4. ഇനി നമുക്കിത് ആഡ് ചെയ്ത് എഴുതാം. 100ഉം 20യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120. ഇവിടെ 20 + 4 24. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് എന്താ കിട്ടുന്നത്? 144. നമുക്ക് 12ന്റെ സ്ക്വയർ എന്തായിട്ട് കിട്ടി? 144 ആണ് 12ന്റെ സ്ക്വയർ. ഇനി 15ന്റെ സ്ക്വയർ നോക്കിയാലോ? 15നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 10 + 5.
ഇവിടെ ഞാൻ 10ഉം 5ഉം കൊടുത്തു, അതുപോലെ ഇവിടെയും കൊടുത്തു. 10 × 10 100 ഇവിടെ എഴുതി. 10 × 5 50. ഇവിടെ 10 × 5 വീണ്ടും 50. 5 × 5 25. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടുമെന്ന് നോക്കണം. 150ഉം ഇവിടെ എത്രയാണ്? 75. നമുക്ക് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 225 എന്ന് കിട്ടും. ഒരു 15ന്റെ സ്ക്വയർ എന്താണ്? 225 15ന്റെ സ്ക്വയർ. നമുക്ക് 20ന്റെ സ്ക്വയർ 400 അറിയാം അല്ലേ? ഈ 20ന്റെ സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 21ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ 21നെ സ്പ്ലിറ്റ് ചെയ്യണ്ടേ? 20 + 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യത്തെ ബോക്സിൽ എന്താ വരുന്നത്? 20 × 20 400 എന്ന് വരും. 20 × 1 ഇവിടെ 20 വരും. വീണ്ടും 20 × 1 20. 1 × 1 1. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 420 എന്നും കിട്ടും. 20 ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പം 21 എന്നും കിട്ടും. ടോട്ടൽ എന്താ കിട്ടുന്നത്? 441. 21ന്റെ സ്ക്വയർ എന്താ അന്നേരം? 441. അങ്ങനെ നമുക്ക് ഏതൊരു നമ്പർ ഉണ്ടെങ്കിലും ഇതുപോലെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഇപ്പം 36 ആണെങ്കിൽ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് 30 + 6 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. 27 ആണെങ്കിലോ 20 + 7 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ഓരോ നമ്പറിൻ്റെയും സ്ക്വയർ നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കാം. ഇനി ഈ എല്ലാ ബോക്സും ചെക്ക് ചെയ്താൽ ഇത് കണ്ടോ, ഈ 2 ബോക്സ് സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ നമ്പർ ആയിരിക്കും. കണ്ടോ, ഇവിടെ 50 50, 20 20, ഇവിടെ 20 20, 10 10. നമുക്ക് ഈ ബോക്സ് വരയ്ക്കാതെ തന്നെ ഈ ഒരു സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ആദ്യത്തെ ബോക്സിൽ എന്താ കിട്ടുന്നത്? 10 × 10 അല്ലേ? നമ്മൾ 11നെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. 11നെ ഞാൻ 10 + 1 എന്നല്ലേ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നേ? അല്ല, 11ന്റെ സ്ക്വയറിന് ഞാൻ എന്ത് ചെയ്യണം? ഈ 10 + 1ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആദ്യത്തെ ബോക്സിൽ എന്താ വന്നേ? 10 × 10 എന്നാണ് വന്നത് അല്ലേ? ആദ്യത്തെ ബോക്സിൽ 10 × 10, അതായത് 10ന്റെ സ്ക്വയർ. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സ്ക്വയർ എന്നല്ലേ നമ്മൾ എഴുതുന്നേ? 10ന്റെ സ്ക്വയർ. ഈ രണ്ടാമത്തെ ബോക്സിൽ എന്താ വന്നേ? 1 × 10 അല്ലേ? അതുപോലെ ഞാൻ എഴുതി 1 × 10 പ്ലസ് ഈ മൂന്നാമത്തെ ബോക്സിലോ വീണ്ടും 1 × 10 എന്നല്ലേ വന്നേ? തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. 10 × 1. ലാസ്റ്റ് ബോക്സിൽ എന്താ വരുന്നേ? 1 × 1 അല്ലേ? ഇവിടെ 10ന്റെ സ്ക്വയർ, ഇവിടെ 10 × 1 2 തവണ വരുന്നുണ്ടല്ലേ? 10 × 1 ഇവിടെയുണ്ട്, 10 × 1 ഇവിടെയുണ്ട്. 2 തവണ 10 × 1 വരുന്നുണ്ട്. 2 × 10 × 1 എന്ന് ഞാൻ അതിനെ എഴുതി. പ്ലസ് 1 × 1 എത്രയാണ്? 1ന്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ നമ്മൾ 11നെ സ്പ്ലിറ്റ് ചെയ്ത് 10 + 1 എന്ന് എഴുതി. അത് നമുക്ക് അതിന്റെ ആൻസർ, അല്ലെങ്കിൽ ഈ സ്ക്വയർ ചെയ്യുന്നത്, ബോക്സ് വരയ്ക്കാതെ സ്ക്വയർ എങ്ങനെ ചെയ്യാമെന്നായി പറയുന്നത്. ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ, അതായത് 10ന്റെ സ്ക്വയർ, പ്ലസ് 2 × ആദ്യത്തെ നമ്പർ × രണ്ടാമത്തെ നമ്പർ, 2 × 10 × 1 പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. ഈ രീതിയിൽ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? 10ന്റെ സ്ക്വയർ 100 ആണ്. 2 × 10 × 1 എന്നുള്ളത് എന്താണ്? 20 ആണ്. പ്ലസ് 1ന്റെ സ്ക്വയർ 1 ആണ്. നമുക്ക് 121 തന്നെ ആൻസർ കിട്ടൂലേ? ഇതേ രീതിയിൽ 12ന്റെ സ്ക്വയർ എങ്ങനെയാണെന്ന് നോക്കാം. 12നെ ഞാൻ 10 + 2 എന്നാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. 10 + 2ന്റെ സ്ക്വയർ നമുക്ക് വേണം. ബോക്സ് വരയ്ക്കാതെ എങ്ങനെ ചെയ്യാം? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ, അതായത് 10ന്റെ സ്ക്വയർ, പ്ലസ് 2 × ആദ്യത്തെ നമ്പർ ഇൻറ്റു ഈ രണ്ടാമത്തെ നമ്പർ. ഇവിടെ രണ്ടാമത്തെ നമ്പർ ഏതാ? 2 ആണ്, അതുകൊണ്ട് 2 എഴുതി. പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ, 2². എന്ത് കിട്ടും ആൻസർ? 10ന്റെ സ്ക്വയർ 100 ആണ്. 2 × 10 20 ആണ്. 20 × 2 40. പ്ലസ് 2ന്റെ സ്ക്വയർ 4. നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 144 തന്നെ കിട്ടൂലേ? ഈ സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. 12ന്റെ സ്ക്വയർ നമുക്ക് ബോക്സ് വരച്ച് ചെയ്യുന്ന രീതിയും ഇത് ബോക്സ് വരയ്ക്കാതെ ചെയ്യുന്ന രീതിയും. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 64ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക.
നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ബോക്സ് വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 60 + 4 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? എങ്ങനെയായിരിക്കും അതിൻ്റെ ആൻസർ? ആദ്യത്തെ നമ്പർ അതായത് 60യുടെ സ്ക്വയർ പ്ലസ് 2 × 60 × 4 പ്ലസ് രണ്ടാമത്തെ നമ്പർ ഏതാണ്? 4ൻ്റെ സ്ക്വയർ. 60ൻ്റെ സ്ക്വയർ എന്താ? 6ൻ്റെ സ്ക്വയർ നമുക്കറിയാം. എന്താ? 6 × 6 എത്ര? 36 ആണല്ലേ? 60ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 36ൻ്റെ കൂടെ 2 0 കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് ഇവിടോ 2 × 60 120 ആണ്. 120 × 4 480 പ്ലസ് 4ൻ്റെ സ്ക്വയർ എന്താണ്? 16. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. നമുക്ക് എന്താ കിട്ടുന്നേ? 4096. 64ൻ്റെ സ്ക്വയർ എന്താണ്? 4096. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 35ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 30 + 5. 30ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 30 × 5 പ്ലസ് 5ൻ്റെ സ്ക്വയർ. ഇവിടെ ഈ 2 ഇവിടെ എപ്പോഴും കാണും കേട്ടോ. 2 × ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ. 30യുടെ സ്ക്വയർ എന്താ? 3യുടെ സ്ക്വയർ 9 ആണല്ലേ? 2 0 ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്ത് കിട്ടും? ഇവിടെ 2 × 5 10 ആണ്. 10 × 30 300 പ്ലസ് 25. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1225 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 47ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? 40 + 7 ദി ഹോൾ സ്ക്വയർ. ആദ്യത്തെ നമ്പർ 40. 40ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 40 × 7 പ്ലസ് 7ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ 16 ആണ്. സോ 2 0 ഇട്ട് കൊടുത്തു. 40ൻ്റെ സ്ക്വയർ എന്താ? 1600. ഇവിടോ 2 × 4 എന്താണ്? 8. 8 × 7 8 7 56 അല്ലേ? 56. പിന്നെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് 7ൻ്റെ സ്ക്വയർ 49 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2209. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. 53ൻ്റെ സ്ക്വയറും 88ൻ്റെ സ്ക്വയറും. ഇത് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.